ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കണം നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ളതാ മാവുന്തോട് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നിൽക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു 15 സെൻറ്റ് സ്ഥലം നല്ല ഹലുവ കഷ്ണം മാറ്റാൻ നല്ല കിടിലൊരു ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടും സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നേരെ പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. കണ്ണൂരും തളിപ്പറമ്പൊക്കെ പോകാൻ ഇഷ്ടം പോലെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കണ്ണൂരിന് ഏകദേശം ഒരു 55 കിലോമീറ്ററും അതുപോലെ നമുക്ക് തളിപ്പറമ്പിനാണെങ്കിൽ ഏകദേശം ഒരു 38 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. പിന്നെ തന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞാൽ അതാ ഈ റോഡ് വരുന്ന നമുക്ക് പയ്യാവൂരിൽ നിന്ന് വരുന്ന റോഡാണ്. പയ്യാവൂരിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചന്ദനക്കാമ്പാറ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങോട്ട് വരാൻ ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പോണ ബസ്സാണ് നിങ്ങൾ നോക്കിയാൽ. പിന്നെ ആ കാണുന്നത് PHC ആണ് കേട്ടോ. ഗവൺമെൻറ് PHC ആണ് നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ ആ കാണുന്നത് കേട്ടോ. നമുക്കൊരു 20 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് PHC ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 കിലോമീറ്റർ ചന്ദനക്കാമ്പാറ ടൗൺ 1/2 കിലോമീറ്റർ ദൂരമുള്ള ഒരുവിധം എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. അമ്പലം, പള്ളി, ചർച്ച എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലോട്ട് വരുന്നതാക്കണേ അവിടെയാണ് കേട്ടോ. നമ്മളെ വണ്ടി കിടക്കണ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. പാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ പാലത്തിൻ്റെ താഴെ നമുക്ക് നല്ലൊരു തോടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇവിടുന്നുള്ള മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശം തന്നെ കേട്ടോ. നല്ല മനോഹരമായിട്ടൊരു ഏരിയ തന്നെയാണ്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്രദേശം തന്നെ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഈ ഒരു തോടും കാര്യങ്ങളൊക്കെ ഒഴുകുന്നത്. നമ്മുടെ സ്ഥലം വരുന്നത് അവിടെയാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് നമുക്ക് വരുന്നത് പയ്യാവൂരാണ്. അതുപോലെ താലൂക്ക് വരുന്നത് തളിപ്പറമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം കേട്ടോ. മൊത്തം 15 സെൻറ്റ് സ്ഥലം. നല്ല അലുവ കഷ്ണം മാറ്റ സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു കീട്ടിലെ പ്ലോട്ടാണ് കേട്ടോ. അത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അതിര് ഇതാക്കണ് ഇവിടുന്ന് തുടങ്ങും. അതിൻ്റെ ഫ്രണ്ടേജ് അതിര് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം അവിടെ വരെ ഉണ്ട് കേട്ടോ. ആ പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ കുറച്ചപ്പുറം വരെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ ഏത് വേണേലും പോകാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വണ്ടി അടക്കം പോകണമാണ്. പിന്നെ വീടുകളുണ്ടെങ്കിൽ ഒക്കെ വലിയ വലിയ വീടുകളുള്ള നല്ലൊരു ഏരിയൻ്റെ ആണ് കേട്ടോ. ഇഷ്ടം പോലെ വീടുകളൊക്കെ ആൾത്താമസമൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇതാക്കണം നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാൻ ഇലക്ട്രിക് പോസ്റ്റ് നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതാക്കണം നിങ്ങൾ നോക്കിയേ നമ്മളെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന വ്യൂ കണ്ടെങ്കിൽ എന്താ രസം എന്ന് പറയാം. നല്ലൊരു പ്രദേശമാണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ ഉള്ള നല്ല വ്യൂ ഷോ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിര് ഇതാക്കണം ഏകദേശം ഇവിടം വരെയാണ് നമുക്ക് ഇതിൻ്റെ അതിര് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ആ ഒരു ഏച്ചർ കിടക്കണ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടം വരെയാണ് അതിൻ്റെ ഫ്രണ്ടേജ് അതിര് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക കാണാനൊക്കെ ആണെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും പ്ലോട്ടിലോട്ട് ചെല്ലാനൊക്കെ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ റോഡ് നേരെ പോകുന്നത് ചെമ്പേരിയിലോട്ട് പോകണമെന്നാണ്. ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് വെറും 7 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളൂ കേട്ടോ. അതെ. അപ്പം നമുക്ക് അതിനകത്തോട്ടൊന്ന് പോയി നോക്കല്ലേ, സൈറ്റ് ഒന്ന് കാണിക്കാമല്ലോ നമുക്ക്. അതെ പോരുന്ന. ഇനി നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ അതിരൊക്കെ കണ്ടില്ല നിങ്ങൾ. ഫുള്ള് കല്ലൊക്കെ വെച്ച് കെട്ടി അതിര് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഇതിനകത്ത് കുറച്ച് കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. കപ്പയൊക്കെ ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. എവിടെ ഒരു വെട്ടുപാറയോ കരിങ്കൽ പാറയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ. നോക്കിയേ ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളും കപ്പ, ചേന, ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃഷിയെല്ലാം ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല മണ്ണുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞൊരു വീടൊക്കെ വെച്ച് താമസിക്കേണ്ട പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഗവൺമെൻറ് UP നമുക്ക് ചെറുപുഷ്പം UP സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഹൈസ്കൂളാണെങ്കിലും ഒക്കെ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചർച്ചാണെങ്കിലും ഒക്കെ നമുക്ക് ആണെങ്കിൽ ഏകദേശം ഒരു 250 മീറ്റർ ഇതാകണം. ആ കാണുന്നത് ചർച്ചാണ്. 250 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ചർച്ച ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരികയെന്ന് കരുതുക പെട്ടെന്ന് നമുക്ക് ഓടി പോകും. നമുക്ക് 20 മീറ്റർ ദൂരമാണ് നമുക്ക് ഗവൺമെൻറ് PHCക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലാബുകളുണ്ട്, റേഷൻ കട ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഉണ്ട്, ബാങ്ക് ഉണ്ട്, ATM ഉണ്ട്, അക്ഷയ കേന്ദ്രം ഉണ്ട്, അതേപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ ചന്ദനക്കാമ്പാറ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ.
ബസ്സിനാണെങ്കിൽ ഇഷ്ടം പോലെ ബസ്സാണ്, മിനിറ്റിന് ബസ് ഓടുന്ന റൂട്ടുമാണ്, ഇഷ്ടം പോലെ ബസ്. കണ്ണൂരിനാണെങ്കിലും ശ്രീകണ്ഠാപുരത്തിനാണെങ്കിലും തളിപ്പറമ്പിനൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ബസ് ഉണ്ട്, മിനിറ്റിന് ബസ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കൊക്കെ വെറും 35 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതേപോലെ കണ്ണൂർക്കാണെങ്കിൽ ഒരു 55 കിലോമീറ്ററും തളിപ്പറമ്പിനാണെങ്കിൽ ഒരു 38 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും ഒരുപാട് വീടുകളുണ്ട്, വലിയ വലിയ വീടുകൾ. അതെ, പിന്നെ ഇപ്പൊ ഈ കാണുന്നൊക്കെ ഇതൊക്കെ ഓരോരുത്തരെ സ്ഥലങ്ങൾ തന്നെയാണ്, ഒക്കെ പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറമ്പിനകത്ത് ഇപ്പോൾ അത്യാവശ്യം 2-3 തെങ്ങെല്ലാം ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ കായ്ക്ക് നല്ല തെങ്ങും കാര്യങ്ങളും 2-3 തെങ്ങുണ്ട് കേട്ടോ. വീട്ടിലാവശ്യത്തിൻ്റെ ഒക്കെ വീടൊക്കെ വെച്ച് താമസിക്കാണ്ട് നമുക്ക് എന്തായാലും കറിക്ക് അരയ്ക്കാനൊക്കെ തേങ്ങയും കാര്യങ്ങളൊക്കെ വേണ്ടിയല്ലോ. അപ്പോൾ അതിനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പിന്നെ ഇതാണിപ്പോൾ നമ്മൾ പറമ്പിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ, മൊത്തത്തിൽ ഇങ്ങനെ കിടക്കണതാണ്. ഫുള്ള് മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. നോക്കി എവിടെ ഒരു വെട്ടുപാറയോ കരിങ്കൽപ്പാറയോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങോട്ട് നോക്കാം, നല്ല മണ്ണുള്ള സ്ഥലം. വേറെ കാര്യം, ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല റോഡ് സൈഡിനോട് ചേർന്ന് കിട്ടുന്ന ഒരു പ്ലോട്ട് തന്നെ അല്ലേ? അതെ, അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ ഈ ഒരു പ്ലോട്ടിന് കേട്ടോ. കണ്ണൂരിനൊക്കെ പോവാണെങ്കിൽ ആ ബസ് വരുന്ന ടൈമിന് ഒരു 5 മിനിറ്റ് മുന്നേ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി നമുക്ക് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബസ്സൊക്കെ സ്കൂൾ ബസ്സൊക്കെ ഇഷ്ടം പോലെ പോണ റൂട്ടും കൂടിയാണ് കേട്ടോ. അപ്പൊ ചങ്കളെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കിടിലൻ പ്ലോട്ട് തന്നെയാണ്, നല്ല അലുവ കഷ്ണം മാറ്റ സ്ഥലം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാ ടൗണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ചെമ്പേരിയിലോട്ട് പോകുന്ന റോഡാണ്. ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വെറും 7 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല കിടിലൻ കിടുക്കാച്ചി പ്ലോട്ടാണ്. സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 1,50,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. വിലയിൽ നെഗോഷ്യബിളൊക്കെ ഉള്ളതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലേക്ക് നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഇതിൻ്റെ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.